Hello, hi. Welcome to the new video. Welcome to Fly High പറക്കാം നമുക്ക്. നമ്മുടെ കുട്ടികളുടെ എക്സാമുകളൊക്കെ അടുത്തു വരികയാണ്. പരീക്ഷകളൊക്കെ അടുത്തു. മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുതാത്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മാതാപിതാക്കളെ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളോടാണ്, കുട്ടികളോടല്ല. ബോർഡ് എക്സാമുകൾ അടുത്തു വന്നപ്പോൾ വീട്ടിലെ അന്തരീക്ഷം പലപ്പോഴും ഒരു ടെൻഷൻ സെന്ററായി മാറുന്നില്ലേ? എത്ര പഠിച്ചു നീ? അതുകൊണ്ട് നിനക്ക് നീ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുമോ? അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് നിനക്ക് കിട്ടുമോ? അവൻ അല്ലെങ്കിൽ നീ ഇതിലും നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പൊ എന്താണ് നിനക്ക് പറ്റിയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണോ നാം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്? ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പറയുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ ഭയം മാത്രമാണ് ഇതിന്റെ ഒരു റിസൾട്ട്. മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണം, ഭയമുള്ള മനസ്സിന് പഠിക്കാൻ സാധിക്കുകയില്ല. സുരക്ഷിതമായ മനസ്സിനാണ് നന്നായി പഠിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ പരീക്ഷയ്ക്ക് മുൻപുള്ള ഈ അവസാന ദിവസങ്ങളിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നത് പറയാനാണ് ശ്രമിക്കുന്നത്. വെൽക്കം ടു ഫ്ലൈ ഹൈ പറക്കാം നമുക്ക്. പ്രധാനമായും മാതാപിതാക്കൾ ഈ അവസാന സമയത്ത്, എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മറ്റുള്ളൊരു കുഞ്ഞുമായി നമ്മുടെ കുഞ്ഞിനെ താരതമ്യം ചെയ്യരുത്. നീ അവനെ നോക്ക്. അങ്ങനെയുള്ള വാക്കുകൾ കുട്ടിയുടെ ആത്മവിശ്വാസം മുഴുവൻ തകർക്കും. രണ്ടാമതായി, മോഡൽ എക്സാമിനെ ഭയപ്പെടുത്തരുത്. മോഡൽ മാർക്ക് കഴിവിന്റെ അളവല്ല സൂചിപ്പിക്കുന്നത്, അതൊരു മെച്ചപ്പെടുത്താനുള്ള സൂചന മാത്രമാണ്. മൂന്നാമതായി, നെഗറ്റീവ് പ്രവചനങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ പോയാൽ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ വാക്കുകൾ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഈ വാക്കുകൾ കുട്ടിയുടെ ഉള്ളിൽ പരാജയം ഉറപ്പാക്കും. നാം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടിക്ക് ഒരു സുരക്ഷിത ഇടം നൽകുക. ഒന്നാമതായി അതാണ് നാം ചെയ്യേണ്ടത്. വീട് ഒരു പരീക്ഷാ ഹാളല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. നമ്മൾ കൂടെയുണ്ട്. നമ്മുടെ ഒരു ചേർത്ത് നിർത്തൽ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. രണ്ടാമതായി, ദിവസവും ഒരു പോസിറ്റീവ് വാക്ക് കുട്ടിക്ക് നൽകുക. നിനക്ക് കഴിയും മോനെ, നിനക്ക് കഴിയും മോളെ, ഞങ്ങൾ നിന്റെ ഒപ്പമുണ്ട്. ഈ 2 വാക്കുകൾ മതി അവരുടെ മനസ്സ് ശക്തമാകാൻ. മൂന്നാമതായി, പഠനത്തെക്കാൾ അവരുടെ മനസ്സിന് മുൻഗണന നൽകുക. ക്ഷീണിച്ച മനസ്സ് ഒരു കാര്യവും ഓർമ്മിപ്പിക്കത്തില്ല. മനസ്സ് നന്നായാൽ പഠനം തനിയെ നന്നായിക്കോളും. നാലാമതായി, ചെറിയ വിജയങ്ങളെ അംഗീകരിക്കുക. കുട്ടിയുടെ ഒരു പാഠം കുട്ടി പഠിച്ചു തീർന്നാൽ നന്നായി മോനെ, നന്നായി മോളെ എന്നൊരു വാക്ക് അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മാതാപിതാക്കളെ, ഈ എക്സാം അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് പല കുഞ്ഞുങ്ങളും പല ക്ലാസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലും അതിൻ്റെതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ അവർ സ്കൂളിൽ നിന്നും അനുഭവിക്കുന്നുണ്ടാകാം. നാം അറിയേണ്ട ഒരു കാര്യം, ഈ ബോർഡ് എക്സാം കുട്ടിയുടെ ജീവിതമല്ല, ആ ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നിങ്ങൾ നൽകുന്ന പിന്തുണ, നിങ്ങൾ നൽകുന്ന വിശ്വാസം, നിങ്ങൾ നൽകുന്ന സമാധാനം, അത് അവരുടെ ആത്മവിശ്വാസമായി, ഭാവിയുടെ ശക്തിയായി, ജീവശക്തിയായി മാറുന്നതാണ്. മാർക്ക് കുറയുമായിരിക്കും, പക്ഷേ ആത്മവിശ്വാസം കുറയരുത്. ഇത് സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ്, നമ്മളാണ്. കുട്ടികൾക്ക് പറക്കാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ ഭയത്തോടെ നിൽക്കും. എന്താണ് വേണ്ടത് എന്ന് നാം ഡിസൈഡ് ചെയ്യണം. കുട്ടിയെ പറക്കാനാണ് നാം പഠിപ്പിക്കേണ്ടത്. ഫ്ലൈ ഹൈ പറക്കാം നമുക്ക്. കുഞ്ഞുങ്ങളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.